ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അച്ചൂസ് ഹെവൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് രാവിലെ ഒരു ട്രിപ്പ് എഴുതിയിട്ട് ചായ ഇട്ടിട്ട് കിടന്നതാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ തവണ ഞാൻ എഴുന്നേറ്റ് ഇനിയിപ്പോൾ ബാക്കി പണികളൊക്കെ ചെയ്യണം. ചോറ് നമുക്ക് വെക്കണ്ട കേട്ടോ. ചോറ് നമുക്ക് ഇന്നലത്തെ ചോറുണ്ട്, പിന്നെ കറി വെക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട്. കുഞ്ഞൊരു വീഡിയോ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്നും ഇടണ്ടേ, അതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കണം, കടല വെള്ളത്തിയിട്ടിട്ടുണ്ട്. അയ്യോ, അപ്പം എഴുന്നേറ്റ് അപ്പോൾ പണികളൊക്കെ ചെയ്യട്ടെ കേട്ടോ. ചോറ് തിളപ്പിക്കണം, അങ്ങനെ കുറേ പണികളുണ്ട്. കുഞ്ഞാപ്പി എഴുന്നേറ്റിട്ടില്ല. കുഞ്ഞാപ്പി എഴുന്നേറ്റ് വരുമ്പോഴത്തേന് ഏകദേശം ഒന്ന് സെറ്റാക്കി വെക്കണം. ഇവിടെ നല്ല വെട്ടമുണ്ടല്ലേ. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. നമുക്ക് ചോറ് ആദ്യമായിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് ചോറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് കടല കുക്കറി വേവിക്കാൻ വെക്കാം. നമുക്ക് ഉച്ചക്കത്തേന് ഇത് മതി കിട്ടും. വൈകിട്ടായിട്ട് പുതിയ ചോറ് വെക്കുക കേട്ടോ. നമുക്കിവിടെ വിറകിന് വലിയ കുക്കറുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ റൈസ് കുക്കറില്ല, അതുകൊണ്ട് അവസ്ഥയാണ്. അങ്ങനെ വേഗം ചോറ് നല്ല ചോറാണ് കേട്ടോ. ഇന്നലെ വൈകിട്ട് വെച്ച് ചോറാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. ഇന്ന് ഞാൻ വൈകിട്ട് വെക്കുന്ന ചോറ് രാവിലെ എടുക്കും, അതുകൊണ്ടാണ് കേട്ടോ. ഇന്നലെ രാത്രി വെച്ചതല്ലേ, ഇത്ര ചോറ് കളയാൻ പറ്റും. രാത്രി വെക്കുന്ന ചോറ് അപ്പോൾ അത് ഉച്ചക്കത്തേന് കഴിക്കാൻ എടുക്കും. നന്നായിട്ട് തിളപ്പിക്കും കേട്ടോ. നിറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ എടുക്കുകയുള്ളൂ. ഇതിനൊരു കുഴപ്പമുണ്ട് ഗൈസ്, ഇതങ്ങനെയൊന്നും കത്തിയില്ല. എന്നാന്ന് ചോദിച്ചാൽ ലൈറ്ററിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഡേഞ്ചറാണ്, എന്നാലും ഞാനിപ്പോൾ അങ്ങനെ കത്തിച്ച് നമുക്ക് അടച്ചു വെക്കാം. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഇത് കടല ഞാൻ വെള്ളത്തിലിട്ടതാണ് കേട്ടോ. നമുക്ക് ഇച്ചിരി ഇടിയപ്പം ഉണ്ടാക്കാം. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇടിയപ്പത്തിന് കറിക്ക് വേണ്ടിയിട്ട്, അപ്പോൾ ഇടിയപ്പം കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രണ്ടാമത് എടുത്തിട്ട് പിന്നെ ഉറക്കം വരുക. ഇടിയപ്പം കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം വെക്കാം. ഇപ്പോഴായിരുന്നു ഗൈസ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഞാൻ വീഡിയോ ബാക്ക് ക്യാമറ വെച്ചെടുത്തപ്പോഴത്തേനും എന്നെ ഫേസ് കാണത്തില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് സത്യം മനസ്സിലായത്. അപ്പോൾ ഞാൻ സ്റ്റാൻഡ് ഇച്ചിലൂടെ പൊക്കി വെച്ചു. ഇനിയിപ്പോൾ എന്നായാലും എൻ്റെ ഫേസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചൂടുവെള്ളം വെക്കണം, ഇടിയപ്പത്തിന് കുഴയ്ക്കണം. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ ചൂടുവെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇടിയപ്പം ഒന്ന് കുഴച്ച് വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഫിംഗർ ക്യാപ്പ് കൈ കിടക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി സവോള അരിഞ്ഞ് നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയിട്ട്, അപ്പോൾ അതാണ് കേട്ടോ കൈ കിടക്കുന്നത്. ഇത് കുഴച്ച് വെച്ചിട്ടാണെങ്കിൽ ചൂടല്ലേ, കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് സെറ്റായിരിക്കും. ആദ്യമായിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പാടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ ഇടിയപ്പമാണ് കേട്ടോ. ഒന്ന് കുഴച്ചൊന്ന് അങ്ങനെ ആക്കേണ്ട പാടല്ലേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയാകുന്ന ഒരു കാപ്പിയല്ലേ ഇടിയപ്പം എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. ദോശയൊക്കെ ആണെങ്കിൽ നമ്മൾ ഉണ്ടായിക്കൊണ്ട് ഇങ്ങനെ നിൽക്കണ്ടേ, ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. ദോശയാണെങ്കിലും അതെ, ചപ്പാത്തി ആണെങ്കിലും അതെ, ഭയങ്കര മെനക്കേടാണ് കേട്ടോ. ഇതാണെങ്കിലും അങ്ങ് കുഴച്ചങ്ങ് തിരിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്.
എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീട്ടമ്മമാരുടെ അഭിപ്രായം. വീട്ടമ്മമാരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും, അഭിപ്രായം ചോദിക്കാനുണ്ട്. ആകെ 3, 4, 5, 6 പേര് കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അഭിപ്രായം ചോദിച്ചുകൊണ്ടിരുന്ന ആരും മറുപടി പറയാനാ. പക്ഷേ പല ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും കമൻ്റ് ഒന്നും ചെയ്യാറില്ല. എൻ്റെ വേണ്ടപ്പെട്ടവർ മാത്രം, അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രമേ സപ്പോർട്ട് ചെയ്യാറുള്ളൂ. ബാക്കി എല്ലാവരും കാണുന്നുണ്ടെങ്കിലും വലിയ മൈൻഡൊന്നുമില്ല. കൂട്ട് കോപ്രായൊക്കെ കാണാൻ ആർക്കാരും ഇഷ്ടപ്പെടുന്നത്, ആരാലും ഇഷ്ടപ്പെടുന്നത്. ശേടാ ഇതിൻ്റെ മുത്തായിപ്പ്. എന്നാണേലും നമ്മൾ ഇടിയപ്പം കുഴച്ച് ഇടയ്ക്കൊന്ന് തൊട്ട് നോക്കുന്ന അതിൻ്റെ പരുവം അറിയാനാട്ടോ. ആദ്യമൊക്കെ എനിക്ക് വെള്ളം കൂടി പോവായിരുന്നു. അപ്പോൾ ശരിയായി. ഓക്കെ, സെറ്റ്. വെള്ളം കളഞ്ഞേക്കാം. അപ്പം ഇടിയപ്പം കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പരത്താം. ശരി, പരത്താൻ പോട്ടെ. പാത്രത്തിലോട്ട് സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞിയെല്ലാം അവിടെ ഇരുന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി നമുക്കങ്ങ് ഊറ്റിയേക്കാം. തിളച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അയ്യോ, നിർത്തിയപ്പോൾ നിർത്തുന്നതിനിപ്പുറമായിട്ട് നമുക്ക് കടല അങ്ങ് തീയലോട്ട് വെച്ചേക്കായിരുന്നു, മറന്നുപോയി. ഇച്ചിരി ഉപ്പിടട്ടെ. വളരെ ഞങ്ങൾ ഉപ്പൊന്നിടുന്നു. അത് കഴിയപ്പെടാത്തത് ഇത് വെക്കാനുണ്ടല്ലോ, കത്തുവാകും. ആ, കത്തിക്കാൻ വെച്ച് പാടാം. കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ഊറ്റിയപ്പോൾ എൻ്റെ കൈ വീണ് ഗൈസ്. തിളച്ച വെള്ളം എൻ്റെ കൈ വീണു. നമുക്ക് ആദ്യം ഇച്ചിരി വെള്ളം ഒന്ന് ഊറ്റി കളയും. നമ്മുടെ സേഫ്റ്റി നമുക്ക് നോക്കി വേണം. ഇനി രണ്ടാമത് ഊറ്റാം. കലത്തിനകത്താണ് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണ്ട കേട്ടോ. കലത്തിനകത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ കലത്തിലല്ലല്ലോ, ഈ പാത്രത്തിലല്ലോ. അതുകൊണ്ട് വെള്ളം പോകുന്നോളം വരെ ഞാനിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കും ഗൈസ്. എന്തൊരു കഷ്ടമാണല്ലേ. അയ്യോ, ഇപ്പോൾ കടല എവിടെ ഇരുന്ന് സെറ്റാകുന്ന സമയത്ത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകും. ഇന്ന് രാവിലത്തെ ഞാൻ കാപ്പിയുടെ കാര്യം മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി ലോങ് വീഡിയോ ആയി പോകുന്നത്, ഒത്തിരി ലോങ് വീഡിയോ ആയിപ്പോകും. കാരണം ഫോണിൽ ഒത്തിരി വീഡിയോസും ഫോട്ടോസും ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ എടുക്കുന്ന വീഡിയോസൊക്കെ ഡിലീറ്റാക്കി കളഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതാക്കും, സേവ് ചെയ്യാൻ പറ്റത്തില്ല. സേവ് ആക്കാൻ പോകുമ്പോഴത്തേനും ഇത് കൂട്ടിയില്ലെന്ന് കാണിക്കും, സ്റ്റോറേജ് ഇല്ലെന്ന് കാണിക്കും. സ്റ്റോറേജ് നല്ലപോലെ ഉള്ള ഫോണും അതാണ്. ഒത്തിരി ഫോട്ടോസ്, ഒരു 10,000 14,000 ഫോട്ടോസും വീഡിയോസും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നു. അപ്പം എൻ്റെ കാര്യം തീരുമാനമായി. തലകർക്കൊക്കെ പോയിരുന്നു. വെള്ളം മൊത്തം ഊർന്ന് പോയിട്ടുണ്ട്. നല്ല ചോറാണ്. ഓക്കെ, നമ്മുടെ കൂട്ടത്തില്ല ഇടിയപ്പത്തിനുള്ള തേങ്ങ എല്ലാം ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇടിയപ്പം ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് ഉണ്ടാക്കാം. നമ്മുടെ പാത്രം ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പത്തിന്
കുറച്ചൊക്കെ ഇട്ടു. പുട്ടുണ്ടാക്കുന്ന ഓർമ്മയിൽ ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കാൻ തുടങ്ങാം. പുട്ടുണ്ടാക്കുന്ന ഓർമ്മയിലേ അതിൻ്റെ അകത്തോട്ട് ആ സാധനം എടുത്തിടാൻ തുടങ്ങുമോ ഞാൻ. എന്തൊരു ഓർമ്മയാന്ന് നോക്കി. തേങ്ങ എടുത്തിടാൻ വേണ്ടി തുടങ്ങുമോ. എൻ്റെ കുഞ്ഞ് ഇടിയപ്പം ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടല്ലേ ഇടിയപ്പത്തിൻ്റെ ഈ സാധനം എടുക്കുന്നത്. എനിക്കറിയത്തില്ലായിരുന്നു ഇതെങ്ങനെ അടയ്ക്കേണ്ടതെന്ന്. ഞാൻ എന്നിട്ടൊരു കുറേ നേരം കോമഡിയാണ്. കുറേ നേരം ഞാനിതെങ്ങനെ അടയ്ക്കും, ഇതെങ്ങനെ താഴോട്ട് വരും, ഇതെല്ലാം നോക്കി എത്ര നേരം ഞാൻ നിന്നെന്നറിയാമോ. ചിലപ്പോൾ അടയ്ക്കുന്നൊന്നും ശരിയായി. ഓക്കെ, സക്സസ്. ഇതിപ്പോൾ ഇത്രയും ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാപ്പിയുടെ പരിപാടി തീർന്നു. പിന്നെ കടലയ്ക്ക് മസാല ചേർത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി റെഡിയാകും. പിന്നെ നമുക്ക് കഴിച്ചാൽ മതി. ഇന്ന് ഇച്ചിരി ടൈറ്റ് ആയിപ്പോയല്ലോ. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഒന്ന് ചെയ്ത് വെക്കട്ടെ, അല്ലെങ്കിൽ ഒത്തിരി ലോങ് വീഡിയോ ആയിപ്പോകും. ബാക്കിയും കൂടെ ഒന്ന് ചെയ്ത് സെറ്റാക്കി വെക്കട്ടെ. അപ്പോൾ ഇത് അത്രയൊക്കെ ഉള്ളു. ഇടിയപ്പം തീയെ കയറ്റി. ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട്. നമ്മുടെ ഇന്നത്തെ കാപ്പി ഒക്കെ റെഡിയായി കിട്ടണം. അതേ ഉള്ളൂ. കടലയ്ക്ക് ചേർക്കാൻ മതി, അത്രയും കൂടി ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ലോങ് വീഡിയോ ആയി. നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം പാത്രത്തിലെടുത്ത് വെച്ചു. പിന്നെ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കി. ഇത് ഇന്നലത്തെ ഉണക്കമീനാണ് കേട്ടോ. അത് കുഞ്ഞിനുള്ളത് മാത്രമുള്ളേ. പിന്നെ ഇത് രാവിലെ പാല് തിളപ്പിച്ചത്. അത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് രാവിലത്തെ വിശേഷം. 1 മണിക്കൂർ കൊണ്ട് എൻ്റെ എല്ലാ പണിയും തീർന്നു കേട്ടോ. എല്ലാ പണിയും എന്ന് പറഞ്ഞാൽ അടുക്കളപ്പണി എല്ലാം ഫിനിഷായി. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ കുഞ്ഞ് വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.